തലയോട്ടിയിലെ ചലിപ്പിക്കാവുന്ന ഒരേ ഒരു അസ്ഥി ഏത്? താടിയെല്ല്. മദ്യപിക്കുമ്പോൾ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ലഹരി ബാധിക്കുന്നത്? സെറിബെല്ലം. പേശീപ്രവർത്തനങ്ങളെ ഏകോപിക്കുന്ന മസ്തിഷ്ക ഭാഗം? സെറിബെല്ലം. തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം? സെറിബ്രം. ചെറുമസ്തിഷ്കം അഥവാ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്? സെറിബെല്ലം. സെറിബ്രത്തിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന നാഡീകേന്ദ്രം? തലാമസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന 3 പാളിയുള്ള സ്ഥലം? മെനിഞ്ചസ്. സുബോധം, ചിന്ത, ഭാവന, ഓർമ്മ തുടങ്ങിയ എല്ലാ മാനസിക വ്യാപാരങ്ങളുടെയും കേന്ദ്രസ്ഥാനം? സെറിബ്രം. മോർഫിൻ, ആസ്പിരിൻ മുതലായ വേദന സംഹാരികൾ തലച്ചോറിൽ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? സെറിബ്രം. നട്ടെല്ലിൽ കൂടി കടന്നു പോകുന്ന തലച്ചോറിൻ്റെ ഭാഗം? സുഷ്മിന. സുഷ്മിനെയും മസ്തിഷ്കത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം? മെഡുല ഒബ്ലോങ്കേറ്റ. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? മെഡുല ഒബ്ലോങ്കേറ്റ. തലച്ചോറിനെയും തലയോട്ടിയെയും കുറിച്ചുള്ള പഠനം? ഫ്രിനോളജി. തലയോട്ടികളുടെ അസ്ഥികളുടെ എണ്ണം എത്ര? 22. തലയോട്ടിയിലെ ഏത് ഭാഗത്ത് ഏൽക്കുന്ന ക്ഷതമാണ് പെട്ടെന്നുണ്ടാകുന്ന മരണത്തിന് കാരണമാകുന്നത്? മെഡുല ഒബ്ലോങ്കേറ്റ. മനുഷ്യൻ്റെ ശരീരത്തിലെ ശരാശരി ഭാരം എത്ര? 1.5 കിലോഗ്രാം. വിശപ്പും ദാഹവും നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഏത്? ഹൈപ്പോതലാമസ്. ശരീരതാപത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? ഹൈപ്പോതലാമസ്. കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രം ഏത്? തലച്ചോർ. അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ തകരാറ്? ഡൈസ്ലേഷ്യ. തലച്ചോറിൽ നിന്നും ഉത്ഭവിക്കുന്ന നാഡികൾ? ശിരോനാഡികൾ. 12 ജോഡികളാണുള്ളത്. മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥ? പ്രോസോഫിനോസിയ.